ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 ആണ് 51st ക്വസ്റ്റ്യൻ. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആരാ? ആഡം സ്മിത്ത് കേട്ടോ. ആഡം സ്മിത്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ലെയ്സസ് ഫെയർ സിദ്ധാന്തമൊക്കെ ആഡം സ്മിത്തിൻ്റെയാണ്. അതുപോലെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന കൃതി ആരുടെയെന്ന് ചോദിച്ചാലും ആഡം സ്മിത്തിൻ്റെയാണ്. അമർത്യാസൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് അമർത്യാസൻ വരുന്നത്. ഇതിൽ വെൽത്ത് ഓഫ് നേഷൻസ് നമ്മുടെ ആഡം സ്മിത്ത് പബ്ലിഷ് ചെയ്ത ഡേറ്റ് 1776 കേട്ടോ. 1776. ഇത് മോറൽ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്തിൻ്റെയാണ്. 1759 വന്ന പുസ്തകമാണ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. ആഡം സ്മിത്തിൻ്റെയാണ്. ഇനി അമർത്യാസന് നോബൽ സമ്മാനം കിട്ടിയ വർഷം PYQ ആണ്. പലവട്ടം ചോദിച്ചിട്ടുണ്ട്. 1998 കേട്ടോ. അമർത്യാസന് നോബൽ സമ്മാനം കിട്ടിയത്, എക്കണോമിക്സിൽ നോബൽ സമ്മാനം കിട്ടിയത് 1998 ഇന്ത്യക്കാരന് ഒരു എക്കണോമിക്സിൽ നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യാസൻ. ഹോം ഇൻ ദ വേൾഡ് എ മെമ്മോയർ എഴുതിയത് അമർത്യാസനാണ്. ഹോം ഇൻ ദ വേൾഡ് എ മെമ്മോയർ. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കുക. ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107 ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. ഇതിലെ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് കേട്ടോ. എല്ലാം ശരിയാണ്. ഇന്ത്യക്ക് ആകെ കിട്ടിയ മെഡലുകളുടെ എണ്ണം 107. ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് ഹാൻഷു ചൈനയിലായിരുന്നു. പുരുഷ ക്രിക്കറ്റിലും അതുപോലെ തന്നെ വനിതകളുടെ ക്രിക്കറ്റിലും ഇന്ത്യക്ക് തന്നെയാണ് സ്വർണം കിട്ടിയത്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഈ ഒരു ടൂർണമെൻറ്റിൽ ഫസ്റ്റ് വന്നത് നമ്മുടെ ചൈനയാണ്. ഫസ്റ്റ് ചൈനയാണ് വന്നത്. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 4ാം സ്ഥാനമാണ്. ഇന്ത്യ 4ാം സ്ഥാനമാണ്. സെക്കൻഡ് ജപ്പാനും 3 സൗത്ത് കൊറിയയുമായിരുന്നു. ഫസ്റ്റ് ചൈന, സെക്കൻഡ് ജപ്പാൻ, 3 സൗത്ത് കൊറിയ. ഇന്ത്യ 4ാം സ്ഥാനത്തായിരുന്നു. ഇതിൽ മെഡലുകളുടെ എണ്ണം 107. ഓക്കെ, ഇതിൽ നമ്മുടെ പുരുഷ ക്രിക്കറ്റ് ടീമാണെങ്കിൽ ഇന്ത്യ ജയിക്കുകയും ഇന്ത്യ തോൽപ്പിച്ചത് അഫ്ഗാനിസ്ഥാനെയാണ്. ഇനി നമ്മുടെ വനിതാ ക്രിക്കറ്റിലും ഇന്ത്യക്കാണ് സ്വർണം കിട്ടിയത്. ഇന്ത്യൻ ടീം നമ്മുടെ വനിതാ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തോൽപ്പിച്ചത് ശ്രീലങ്കേനെയാണ് കേട്ടോ. ശ്രീലങ്കേനെയാണ് തോൽപ്പിച്ചത്. ഇനി 107 എന്ന് പറയുമ്പോൾ മെഡൽ ടാലി വരുന്നത് 28 ഗോൾഡും 39 സിൽവറും 41 ബ്രോൺസുമാണ് കേട്ടോ. 38 28 ഗോൾഡും 38 സിൽവറും 41 ബ്രോൺസും എന്നാണ് നമ്മുടെ ആ ഒരു മെഡൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പിന്നെ ഇന്ത്യൻ ടീം അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചു. വിമൻ ക്രിക്കറ്റ് ടീമാണെങ്കിൽ ശ്രീലങ്കേനെയും തോൽപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരടിൽ വെച്ചിട്ടാണ്. എന്നാൽ യൂറിയയും ജലവും ഒക്കെ വിസർജിക്കപ്പെടുന്നത് നമ്മുടെ വൃക്കയിലൂടെ. വൃക്കയിൽ വന്നിട്ട് അരിച്ചു മാറ്റിയതിന് ശേഷമാണ് വിസർജിക്കപ്പെടുന്നത് അതുവഴിയാണ്. പക്ഷെ നിർമ്മിക്കപ്പെടുന്നത് കരളിൽ വെച്ചിട്ടാണ്. അതായത് നമ്മുടെ കരളിൽ അമോണിയ നിർമ്മിക്കുന്നു. ഈ അമോണിയനെ അമോണിയ ഏറ്റവും കൂടിയ വിഷമാണ്. അതിനെ അല്ലെങ്കിൽ വിഷം കുറച്ച് കുറവായിട്ടുള്ള യൂറിയയാക്കി കൺവേർട്ട് ചെയ്യുന്നത് ഏത് അവയവമാണെന്ന് ചോദിച്ചാൽ അത് കരളാണ് കേട്ടോ. കരൾ ഹോർമോൺസിനൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിന് പകരമായിട്ട് എന്താണ്? പിത്തരസമാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസം സംഭരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പിത്താശയം അല്ലെങ്കിൽ ഗോൾ ബ്ലാഡറിലായിരിക്കും പിത്തരസം സംഭരിച്ച് വെക്കുന്നത്. പിത്തരസം ഉണ്ടാക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് കരളാണ്. ഇനി പാൻക്രിയാസ് എന്ന് പറയുന്നത് നമ്മൾ മധുരഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടില്ലേ? പാൻക്രിയാസ്. ഈ പാൻക്രിയാസിലാണ് ഇൻസുലിൻ, ഗ്ലൂക്കഗൺ പോലെയുള്ള ഹോർമോണുകൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ഇൻസുലിൻ, ഗ്ലൂക്കഗൺ പോലെയുള്ള ഹോർമോണുകളാണ്. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന്? സ്കർവി, ഗോയിറ്റർ, നിശാന്തത, കാഷ്യോർക്കർ. ഏതാണ്? കാഷ്യോർക്കർ ആണ് മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. സ്കർവി ആണെങ്കിൽ വൈറ്റമിൻ സിൻ്റെ അഭാവമാണ്. ഗോയിറ്റർ ആണെങ്കിൽ അയഡിൻ ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ അയഡിൻ്റെ കുറവ് മൂലം നമ്മുടെ തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോഴാണ് ഗോയിറ്റർ പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇനി നിശാന്തത എന്ന് പറയുമ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. അത് വൈറ്റമിൻ എ അല്ലെങ്കിൽ റെറ്റിനാളിൻ്റെ അഭാവം മൂലമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഓഫ്താൽമി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? പെരിയാർ, സൈലൻറ്റ് വാലി, പേപ്പാറ, വയനാട്. ഏതാണ്? സൈലൻറ്റ് വാലിയാണ് നമ്മുടെ ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ചോദിച്ചാൽ സൈലൻറ്റ് വാലി നാഷണൽ പാർക്കാണ്. ബാക്കിയെല്ലാം വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് കേട്ടോ. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പേപ്പാറ, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. സൈലൻറ്റ് വാലിയാണ് ഇതിൽ നാഷണൽ പാർക്കായിട്ട് വരുന്നത്. ഇനി ചുവടെ പറയുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം തെങ്ങ് ഏതാണെന്ന്? അക്ഷയ, ഹരിത, ലക്ഷഗംഗ, പവിത്ര. ഏതാണ്? ലക്ഷഗംഗയാണ് കേട്ടോ. അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം തെങ്ങ് ചോദിച്ചാൽ ലക്ഷഗംഗയാണ്. ഇതിൽ അക്ഷയ എന്ന് പറയുന്നത് തക്കാളിനാണ് കേട്ടോ. അക്ഷയ, മുക്തി, അനഘ എന്നൊക്കെ പറയുന്ന തക്കാളിയാണ്. പവിത്ര അരിയാണ്. ഹരിത, നീലിമ
ഹരിത, നീലിമ, ശ്വേത എന്നൊക്കെ പറഞ്ഞത് വഴുതനങ്ങയിൽ വരുന്നതാണ്. വഴുതനങ്ങ ഇനമാണ്. അടുത്ത 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? 2023 പരിസ്ഥിതി ദിനത്തെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. 2024 ജൂണിൽ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമല്ല ചോദിച്ചിരിക്കുന്നത്, 23 അപ്പോൾ നമ്മുടെ 23 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അതിൻ്റെ ക്യാമ്പയിൻ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആയിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട തീമായിരുന്നു 2023. ഇനി 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ഡെസേർട്ടിഫിക്കേഷൻ, നമ്മുടെ മരുഭൂവൽക്കരണവും അങ്ങനെ അതിനെയൊക്കെ നിയന്ത്രിക്കുക, പിന്നെ വനം പുനഃസൃഷ്ടിക്കുക, അതിനെപ്പറ്റി ബന്ധപ്പെട്ട് ഉള്ള തീമാണ് 2024 ഉള്ളത്. ഇനി നമ്മൾ 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ 50-ാം വാർഷികമാണ് ആഘോഷിച്ചത്. ജൂൺ 5-ാം തീയതി 50-ാം വാർഷികം, അതായത് 1973 മുതലായിരുന്നു ശരിക്കും നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിച്ച് തുടങ്ങിയത്. അതിൻ്റെ 50-ാം വാർഷികം 2023 ആഘോഷിച്ച് തുടങ്ങിയത്. ഇനി രക്തജന്യ രോഗങ്ങളായ ഹിമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ആശാധാര കേട്ടോ. രക്തജന്യ രോഗങ്ങളായ ഹിമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ ഇതൊക്കെ എന്താണ്? ജനറ്റിക് രോഗങ്ങളാണ്. രക്തജന്യ രോഗങ്ങളും ജനറ്റിക് രോഗങ്ങളൊക്കെയാണ്. ഇതിന് വേണ്ടിയിട്ട് ഇത് തുടച്ചു നീക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ആശാധാര. 2047 കൂടിയിട്ടാണ് ഈ സിക്കിൾ സെൽ അനീമിയ തുടച്ചു നീക്കാൻ വേണ്ടി നമ്മുടെ ബഡ്ജറ്റിൽ ദേശീയ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്ന വർഷം ചോദിച്ചാൽ 2047 കൂടിയിട്ടാണ് സിക്കിൾ സെൽ അനീമിയ ലക്ഷ്യം വെച്ചിരിക്കുന്നത് തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി ആയുർദളം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആയുർദളം എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. എയ്ഡ്സ് തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം എന്ന് പറയുന്നത്. താലോലമാണെങ്കിലോ, താലോലം അത് 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. എല്ലാ പെൺകുട്ടികൾക്കുമുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. അശ്വമേധമാണെങ്കിലോ, അശ്വമേധം കുഷ്ഠവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. കുഷ്ഠത്തിനെതിരെയുള്ള പദ്ധതിയാണ് അശ്വമേധം. താലോലം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കാർഡിയോവാസ്കുലർ ഡിസീസ്, സെറിബ്രൽ പാൾസി, ഹീമോഫീലിയ, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ കൊടുക്കുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. അശ്വമേധം ആണെങ്കിൽ നമ്മുടെ കുഷ്ഠവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഈ ഒരു പദ്ധതിക്ക് അശ്വമേധം എന്ന പേരിടാൻ കാരണം തോപ്പിൽ ഭാസിൻ്റെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട പേരാണ്. തോപ്പിൽ ഭാസിൻ്റെ നാടകമാണ് കേട്ടോ അശ്വമേധം നാടകം. ആരുടെ എന്ന് ചോദിച്ചാൽ തോപ്പിൽ ഭാസിൻ്റെയാണ്. അതിൻ്റെ ഒരു ഇതിലാണ് ഈ ഒരു രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങനൊരു പേരിട്ടേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളയുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? 2023 ചെറുധാന്യങ്ങളുടെ അല്ലെങ്കിൽ മില്ലറ്റ് ഇയർ ആയിട്ടാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 പ്രഖ്യാപിച്ചത്. 2023 വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ചെറുധാന്യ വർഷം മാത്രമല്ല, നമ്മുടെ സമാധാനത്തോടെ വർത്തിക്കുക എന്നുള്ള സമാധാനപൂർണ്ണമായുള്ള വർഷം, അങ്ങനെ എന്തോ ഒരു വർഷം കൂടെ ഉണ്ട് കേട്ടോ. സമാധാനത്തോടുള്ള അധിവസിക്കുന്ന വർഷം. സമാധാനത്തിൻ്റെ ഗ്യാരണ്ടി എന്ന നിലയിൽ അന്താരാഷ്ട്ര സംഭാഷണ വർഷം കേട്ടോ. 2023 വേറൊരു പ്രത്യേകതയാണ് സമാധാനത്തിൻ്റെ ഗ്യാരണ്ടി എന്ന നിലയിൽ അന്താരാഷ്ട്ര സംഭാഷണ വർഷം കൂടിയാണ് 2023. ഈ ചെറുധാന്യ വർഷമായിട്ട് 2023 ആഘോഷിക്കാൻ നമ്മൾ പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരമാണ് 2023 ചെറുധാന്യ വർഷമായിട്ട് ആചരിക്കുന്നത്. ഇനി അബൻഡൻസ് ഓഫ് മില്ലറ്റ്സ് നമ്മുടെ ഓസ്കാറിലൊക്കെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട, ഗ്രാമിയിൽ കേട്ടോ. അബൻഡൻസ് ഓഫ് മില്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു ആൽബം സോങ് ആണ് ഗ്രാമിയിൽ നോമിനേഷനിൽ പോയൊരു ഗാനമാണ് അബൻഡൻസ് ഓഫ് മില്ലറ്റ്. അതിൽ ആ പാട്ടിൽ ലിറിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മോദി ചിട്ടപ്പെടുത്തിയ ലിറിക്സ് ആണ്. പാടിയത് ഫൽഗുണിയാണിത് പാടിയത് കേട്ടോ. അബൻഡൻസ് ഇൻ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇനി വിവിധ ഇനം മണ്ണിനങ്ങളുടെ പേജ് താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണാണ് കുമ്മായം ചേർക്കേണ്ടത്? ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓക്കെ, ഇതിൻ്റെ ആൻസർ 5 ആണ് കേട്ടോ. അതായത് അസിഡിറ്റി, അമ്ല സ്വഭാവം കൂടുതലുള്ള മണ്ണിലാണ് നമ്മൾ കുമ്മായം ചേർക്കേണ്ടത്. അമ്ല സ്വഭാവം എന്ന് പറയുമ്പോൾ 5, നമ്മുടെ 7 pH 7 താഴെയുള്ളതാണ് അമ്ല സ്വഭാവം കാണിക്കുന്നത്, 7 കൂടുതലുള്ളതാണ് ബേസിക് സ്വഭാവം കാണിക്കുന്നത് അല്ലെങ്കിൽ ക്ഷാര സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ അതിൽ അമ്ല സ്വഭാവം കാണിക്കുന്നുണ്ട്, കുമ്മായം ആഡ് ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്.
അതായത് നമുക്കറിയാം ഒരു ആസിഡ് സ്വഭാവമുള്ളതിൽ ബേസിക് സ്വഭാവം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പം നമ്മുടെ സോയിൽ ആസിഡ് ആണെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു ബേസിക് ആയിട്ടുള്ള കുമ്മായം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പോലുള്ള സംഭവം ആഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ വയറ്റിൽ തന്നെ അസിഡിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ കഴിക്കുന്നത്? മിൽക്ക് ഓഫ് മാഗ്നീഷ്യ പോലുള്ള ആൻറ്റാസിഡുകളാണ് കഴിക്കുന്നത്. ഈ ആൻറ്റാസിഡുകളൊക്കെ എന്താണ്? ബേസിക് സ്വഭാവമുള്ളതാണ്. മിൽക്ക് ഓഫ് മാഗ്നീഷ്യം എന്ന് പറയുമ്പോൾ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ അതുപോലുള്ള ബേസിക് ചെല്ലുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യും, നിർവീരീകരിക്കും. അപ്പോൾ അങ്ങനെ നിർവീരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്ല സ്വഭാവം ഉള്ളതിലോട്ട് നമ്മൾ ബേസ് ആഡ് ചെയ്തെന്ന് ആലോചിച്ചാൽ മതി. ഇനി ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. അലൂമിനിയം ബോക്സൈറ്റ്, ഇരുമ്പ് ക്രയോലൈറ്റ്, സിങ്ക് കെലാമിൻ, കോപ്പർ കുപ്രൈറ്റ്. ഇതിൽ തെറ്റായിട്ടുള്ളത് 2 കേട്ടോ. അതായത് ക്രയോലൈറ്റും എന്തിൻ്റെ തന്നെ അയിരാണ്? അലൂമിനിയത്തിൻ്റെ തന്നെ അയിരാണ് ക്രയോലൈറ്റ് എന്ന് പറയുന്നത്. അതായത് സിങ്ക് കെലാമിൻ ആണ്. കെലാമിൻ എന്ന് പറയുമ്പോൾ സിങ്ക് കാർബണേറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ നമ്മൾ ബോക്സൈറ്റ് എന്താണ്, ക്രയോലൈറ്റ്, കെലാമിനൊക്കെ എന്താണ്, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എന്താണെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അതിൽ കുറേ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം എന്താണെന്ന്. ഒരു വൈദ്യുത ജനറേറ്റർ ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഊർജ്ജ പരിവർത്തനം എന്താണ്? നമ്മൾ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് എന്തിനാണ്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം ഉണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകിയിരിക്കുന്നത് ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ ജെ തോംസൺ, പ്രോട്ടോൺ ഹെൻറി മോസ്ലി, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായ ജോഡിയാണെങ്കിൽ 1, 3, 4 ശരിയായിട്ടുള്ളത് കേട്ടോ. 1, 3, 4 ഇലക്ട്രോൺ ജെ തോംസൺ ആണ്, ന്യൂട്രോൺ ചാഡ്വിക്ക് ആണ്, പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അതുപോലെ മറ്റേ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞത് ആധുനിക പീരിയോഡിക് ടേബിളിൻ്റെ പിതാവാണ്. അറ്റോമിക് മാസിൻ്റെ ഒരു ഓർഡറിലാണ് നമ്മുടെ എലമെൻസിനെയൊക്കെ മോസ്ലി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ പിതാവ് ചോദിച്ചാൽ മെൻഡലീവ് ആണ്. അറ്റോമിക് നമ്പറിൻ്റെ ബേസിലായിരിക്കും മെൻഡലീവ് പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജെ തോംസന്റെ അറ്റോമിക് മോഡൽ ചോദിച്ചാൽ പ്ലംബോട്ടിക് മോഡൽ, റെയ്സൻ മോഡലൊക്കെയാണ്. ഇനി നമ്മുടെ സോളാർ സിസ്റ്റം മോഡൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ അത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ് സോളാർ സിസ്റ്റം മോഡൽ ആവിഷ്കരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണ്? ഓക്കെ, ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തൊക്കെ വരും? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണത്തിൻ്റെ പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. അതുപോലെ വസ്തുവിൻ്റെ വലുപ്പവും പ്രതിബിംബത്തിൻ്റെ വലുപ്പവും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഇതിൽ ഓപ്ഷൻ 3 വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു, അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. വസ്തുവിൻ്റെ മിഥ്യാപ്രതിബിംബമായിരിക്കും കിട്ടുന്നത്. മിഥ്യാപ്രതിബിംബവും പിന്നെന്താ അപ്രൈറ്റ് ആയിരിക്കും. അതായത് മിഥ്യാപ്രതിബിംബവും അപ്രൈറ്റ് ആയിട്ടുള്ള ഇമേജും ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. തലകീഴായതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? എന്തായാലും അപ്രൈറ്റ്. തലകീഴായതല്ല, തലകീഴായിട്ടുള്ള ഇമേജ് അല്ല, അപ്രൈറ്റ് ആയിട്ടുള്ളത് കേട്ടോ. മിഥ്യാപ്രതിബിംബം ആയിരിക്കും, അതുപോലെ അപ്രൈറ്റ് ആയിട്ടുള്ള ഇമേജും ആയിരിക്കും. പിന്നെ ഇവരുടെ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും, സെയിം സൈസിലും ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദ്യത്തെ L1 വിക്ഷേപിച്ചത് എന്നാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ L1 എപ്പോഴാണ് നമ്മുടെ സൂര്യൻ്റെ ഭ്രമണപഥത്തിലല്ല L1 പോയിന്റിലെ ഹാലോ പോയിന്റിൽ എത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2024 ജനുവരി 6 കേട്ടോ. ഹാലോ പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6 ആദ്യത്തെ L1 മിഷൻ ഡയറക്ടർ ചോദിച്ചാൽ നമ്മുടെ മലയാളിയായിട്ടുള്ള SR ബിജു ആണ്. പ്രൊജക്ട് ഡയറക്ടർ ആണെങ്കിൽ നിക്കർ സാജിയാണ്. ഇനി 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ജോൺ ഫോസെ നോർവേക്കാരനാണ് കേട്ടോ. ജോൺ ഫോസെ നോർവേക്കാരനാണ്. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയതാണ്. 2022 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആനി എർനോക്സിനാണ്. ഫ്രാൻസുകാരിയാണ് കേട്ടോ ആനി എർനോക്സ്. ഇനി ജോൺ ഫോസേൻ്റെ ആദ്യത്തെ കൃതി ചോദിച്ചാൽ അത് റെഡ് ബ്ലാക്ക് ആണ്. ആദ്യത്തെ കൃതി റെഡ് ബ്ലാക്ക് ആണ്. പിന്നെ സെപ്റ്റോളജി എന്നൊക്കെ പറഞ്ഞ നാടകങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. സെപ്റ്റോളജി, മെലങ്കളിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളാണ്. ഇനി മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ഏതിനാണ്? കരളിനെയാണ് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന കരളിനെയാണ്. നമ്മൾ CL പഠിച്ചു അല്ലേ? ഹെപ്പറ്റൈറ്റിസ് B, C ഒക്കെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അതും കൂടെ പഠിച്ചു വെക്കാം.
ഇനി മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണെന്ന്. മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് ആര്? പ്ലാസ്മോഡിയം കേട്ടോ. പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണമാകുന്നത്. പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമാകുന്ന രോഗകാരി. ഇനി മലമ്പനിക്ക് കാരണമാകുന്ന കൊതുക് ചോദിച്ചാൽ അനോഫിലസ് പെൺകൊതുകുകളാണ് കേട്ടോ. അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനിക്ക് കാരണമാകുന്നത്. മലമ്പനിയെ പറ്റിയിട്ടും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം എന്താണ്? പ്രതിരോധ കുത്തിവയ്പ്പ്, ഡോക്ടറുടെ സേവനം, CT സ്കാന്, പാലിയേറ്റീവ് പരിചരണം. ഏതാണ്? CT സ്കാൻ കിട്ടില്ല കേട്ടോ. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ CT സ്കാൻ ലഭിക്കത്തില്ല. CT സ്കാനൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? അത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വരും. സെക്കൻഡറി ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ പോകേണ്ടി വരും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ CT സ്കാൻ ലഭിക്കില്ല. ഇനി ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ് എന്ന് ജൂൺ 7 കേട്ടോ. ജൂൺ 7. ദേശീയ ഭക്ഷ്യസുരക്ഷാ ദിനമാണെങ്കിൽ ഒക്ടോബർ 16, ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണെങ്കിൽ അത് ജൂൺ 7. ഇനി കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണെന്ന്. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനമാണ് ഏത്? തൃശ്ശൂറാണ് കേട്ടോ. തൃശ്ശൂരിലാണ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം വരുന്നത്. മുളങ്കുന്നത്തുകാവാണ്. അടുത്ത താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഫാറ്റ് ലിവർ, തൊണ്ടമുള്ള്, ഹൃദയാഘാതം, അമിത രക്തസ്രാവം. ഏതാണ്? തൊണ്ടമുള്ള് അല്ലെങ്കിൽ ഡിഫ്തീരിയ ആണ് ജീവിതശൈലി രോഗമല്ലാത്തത്. ഡിഫ്തീരിയയുടെ രോഗകാരി ആരാണ്? ബാക്ടീരിയ ആണ് കേട്ടോ. ഡിഫ്തീരിയയുടെ രോഗകാരി ചോദിച്ചാൽ കോർണി ബാക്ടീരിയ ആണ്. അപ്പോൾ ബാക്ടീരിയ ആണ് ഡിഫ്തീരിയയുടെ രോഗകാരി. DTP എന്ന് പറയുന്നത് ഡിഫ്തീരിയ, ടെറ്റനസ്, പെർട്ടൂസിസ് പോലുള്ള രോഗങ്ങൾക്കെതിരെ എടുക്കുന്ന വാക്സിനേഷനാണ് DTP എന്ന് പറയുന്നത്. ഇനി യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? യോജകകലയെ ബാധിക്കുന്ന ക്യാൻസർ സർക്കോമ, കാർസിനോമ, മാലിഗ്നന്റ് മെലനോമ, ട്യൂമർ. ഏതാണ്? സാർക്കോമയാണ് കേട്ടോ. യോജകകലയെ ബാധിക്കുന്നത് സാർക്കോമയാണ്. രക്തം ഒരു യോജകകലയ്ക്ക് ഉദാഹരണമാണ് കേട്ടോ. രക്തവും തരുണാസ്ഥയൊക്കെ ഒരു യോജകകലയ്ക്ക് ഉദാഹരണമാണ്. സാർക്കോമയാണ് യോജകകലനെ ബാധിക്കുന്നത്. ഇനി സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്ന പദ്ധതി ഏത്? സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ്. അതിജീവനം, നിരാമയ, സ്നേഹയാനം, പ്രതീക്ഷ. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് നിരാമയാണ് കേട്ടോ. നിരാമയാണ് ഭിന്നശേഷിക്കാരുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. 1 ലക്ഷം രൂപ വരെ കൊടുക്കുന്നതാണ്. അതിജീവനം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൈപുണ്യം കൊടുക്കാൻ വേണ്ടി തൊഴിൽ പരിശീലനം കൊടുക്കുന്ന പദ്ധതിയാണ് അതിജീവനം. സ്നേഹയാനമാണെങ്കിൽ ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടോ കൊടുക്കുന്ന പദ്ധതിയാണ് സ്നേഹയാനം. പ്രതീക്ഷയാണെങ്കിൽ ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അടുത്ത കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം എന്നാണെന്ന്. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്ന ഇതിൻ്റെ ആൻസർ വന്നിട്ട് 2008 കേട്ടോ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വന്നത് 2008 കേരള തിരുക്കൊച്ചി ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1955 പ്രകാരം 2008 കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വരുന്നത്. അടുത്ത ബാക്ക് ടു ബേസിക്സ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബാക്ക് ടു ബേസിക്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക്സ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏത്? 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് കിട്ടിയ കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഏത്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കേട്ടോ. കാസ്പാണ്. കാസ്പ് വന്ന വർഷം 2019 കേട്ടോ. കാസ്പ് പ്രതിവർഷം 5 ലക്ഷം രൂപ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന പദ്ധതിയാണ് കാസ്പ്. 2019 നിലവിൽ വന്നതാണ്. ഇനി മൃതസഞ്ജീവനി ആണെങ്കിൽ അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഓക്കെ. ഇനി സമാശ്വാസമാണെങ്കിൽ കേരള സർക്കാർ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. വൃക്ക രോഗികളായ, ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക കരൾ മാറ്റിവെക്കലിന് വിധേയമായവർ, ഹീമോഫീലിയ രോഗബാധിതർ, അരിവാൾ രോഗം, സിക്കിൾ സെൽ അനീമിയ എന്നിവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതിയിൽ വരുന്നത്. ഇനി കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാണെന്ന്. ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സശ്രുത കേട്ടോ. സശ്രുതമാണ്. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാനുള്ള പദ്ധതിയാണ് സശ്രുതം. താലോലവും ആയുർവേദവും നമ്മൾ നേരത്തെ പറഞ്ഞാണ്. റീച്ച് എന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ല നടപ്പിലാക്കുന്ന ഡ്രഗ്സിനെതിരെ പോരാടാൻ വേണ്ടി നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് എതിരെയുള്ള പദ്ധതി തന്നെയാണ് റീച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലോക ജന്തുരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന്. ലോക ജന്തുരോഗ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ.
അതെന്നാണ്? ജൂലൈ 6 കേട്ടോ. ലോക ജന്തുരോഗ ദിനം അല്ലെങ്കിൽ സൂണോട്ടിക് ഡേ ആയിട്ട് ആചരിക്കുന്നത് ജൂലൈ 6. മാർച്ച് 8 എന്ത് ദിനമാണ്? അന്താരാഷ്ട്ര അല്ലെങ്കിൽ ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 8. മാർച്ച് 3 അത് വൈൽഡ് ലൈഫ് ദിനം, നമ്മുടെ വന്യജീവി ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 3. ഇനി ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ, വീണ ജോർജ്, നിർമ്മല സീതാരാമൻ, സ്മൃതി ഇറാനി. ആരാണ്? നമ്മുടെ ശ്രീ മൻസുഖ് മാണ്ഡവ്യാണ് കേട്ടോ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ചോദിച്ചാൽ മൻസുഖ് മാണ്ഡവ്യാണ്. ഇനി മാത്സ് ആണ് കേട്ടോ. മാത്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാത്സ് തന്നെയാണ്. ഒരു 20 മാത്സ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.